പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ജനുവരി 14 ബുധനാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന. ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തിൻ്റെ ഓൺലൈൻ റീഡിങ്, ഓൺലൈൻ ട്രാൻസ്ലേഷൻ, വചനത്തിൻ്റെ ഓൺലൈനായിട്ടുള്ള വായനയും തർജ്ജിമയും പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവാനുഭവ മുന്നേറ്റങ്ങളാണ്. ഉടമ്പടിയിലെ വചന വായന കൊണ്ട് ഒരാൾ കരസ്ഥമാക്കേണ്ടത്. അരമണിക്കൂർ നമ്മൾ വചനം വായിക്കണ്ടേ? അവർക്ക് അച്ഛൻ പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടാവണം. അതിലൊന്ന്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അപ്പം അതിനൊരു പേർ വേർഡുണ്ട്. എപ്പോഴും ഒരു ഷാഡോ വേർഡുണ്ട്. ഞാൻ ഷാഡോ വേർഡെന്നാണ് പറയണത്. ഷാഡോ വേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തു നിഴലും പോലെ ആണെങ്കിലും നിഴൽ ചിലപ്പോൾ വസ്തുവായിട്ട് മാറും. അത് ഒരു കൺവേർഷൻ വായിക്കുമ്പോൾ ഒരു വസ്തുവിനെല്ലാം നിഴലുണ്ടാകുമല്ലോ. അവിടെ ഇതിനൊക്കെ നിഴലുണ്ട്. അപ്പം നിഴൽ കൺവേർട്ട് ചെയ്ത് വസ്തുവായിട്ട് മാറും. അപ്പോൾ വസ്തു വേറെ നിഴലായിട്ട് പോകത്തില്ല. അത് അതേപോലെ തന്നെ നിന്നിട്ടുണ്ട്. വേറെ അതിൻ്റെ അന്തർലീനമായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തും. ഇപ്പം എന്താ വചനം? പുറപ്പാട് 22 വായിച്ചു. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. എൻ്റെ വിഷയം എന്ന് വെച്ചാൽ നമ്മളുടെ ശ്രദ്ധ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആധ്യാത്മികമായ ഒരു പരാജയമാണ്. ഇപ്പം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണെങ്കിലും ഇതുപോലെ കേട്ടിട്ട് പ്രയോജനമില്ലാത്തൊരു വചനം ബൈബിളിലില്ല. കേട്ടിട്ട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകാത്തൊരു വചനം. എന്താ കാര്യം വെച്ചാൽ അർത്ഥം അറിയാത്ത കൊണ്ടാണ് ഈ സംഭവം. ഒരു വിഭാഗം ഇത് ചുമ്മാ വിഗ്രഹാരാധന എന്ന് പറഞ്ഞുകൊണ്ട് കാറിക്കൂവി മനുഷ്യൻ്റെ ശ്രദ്ധ തിരിച്ചു കളയും. എന്താ കാര്യം വെച്ചാൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും ആർക്ക് പ്രാധാന്യം കൊടുത്താലും അത് കൺവേർട്ട് ചെയ്ത് വേറൊരു ദൈവമായിട്ട് വരുമത്. അപ്പോൾ വേറെ ദൈവം ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവുമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവമല്ല, ഒരു 9000 ദൈവമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാര്യം വെച്ചാൽ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് എൻ്റെ ദൈവം. എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ അതാണ് നമ്മുടെ ദൈവം. അതായത് ദൈവത്തിൻ്റെ പണ്ട് പോലെ എനിക്ക് ഇത്രയും നാൾ മനസ്സിലാക്കണം. എങ്ങനെ അറിയാം? നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. അത് ഞാൻ പറയണതല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് പ്രയാസമാണെന്നോ. മർക്കോസ് 10:24. അവന്റെ വാക്ക് കേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അതെന്താ പ്രശ്നം? ആളെ അറിയാതെ പറഞ്ഞു പോയതാണിത്. കർത്താവിനെ അറിയാമെന്ന് പറയല്ലേ? സത്യം പറഞ്ഞ ഇത് പറയേണ്ടായിരുന്നു. കാര്യം ആള് പറഞ്ഞു പോയി ഇങ്ങനെ, എൻ്റെ മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ത് പ്രയാസമാണെന്നോ. അപ്പോൾ ആൾക്കാരെല്ലാം ധനവാന്റെ കാര്യത്തിൽ തന്നെ പറയാണ് പോയത് 2000 കൊല്ലമായിട്ട്. എന്താണ് ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സുകാരും മറ്റുള്ള ആൾക്കാരും
10 പൈസ ഉള്ളവർ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അത് ചില അണ്ണന്മാർ, അവർക്ക് ജന്മന ഈ ധനവാന്മാരോട് കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ട്. അവരെ കരുതേക്കാൻ വേണ്ടി ചില ആൾക്കാർ ഉപയോഗിക്കുക. അത് കോംപ്ലക്സ് ആണ് ശരിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? മർക്കോസ് 10:25. 10:25. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ധനവാൻ ദൈവരാജ്യം പ്രവേശിക്കുന്നത് എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ്. അപ്പൊ എൻ്റെ അർത്ഥം വെച്ചാല് ഈ ധനം ദൈവത്തിൻ്റെ ഒരു സ്ഥാനം ചിലരുടെ ജീവിതത്തിൽ ധനത്തിന് അറിയാതെ ദൈവത്തിൻ്റെ സ്ഥാനം വരും. പിന്നെ അവർ വിശ്വാസം വിറ്റുവരെ ധനം സമ്പാദിക്കാൻ നോക്കുമ്പോൾ ധനം അവരുടെ ഉള്ളിലുള്ള ദൈവത്തെക്കാളും വലിയ ദൈവമായിട്ട് ധനം മാറും. അത് ധനം മാത്രമല്ല, നമ്മൾ ദൈവത്തെക്കാൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ. ഇപ്പം നിസ്സാര കാര്യം. അപ്പം അതിന് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒന്നുമില്ല. ചെറിയവരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ദൈവത്തെ അവരുടെ ആഗ്രഹത്തിനേക്കാളും അവർ ഇഷ്ടപ്പെടുന്ന വിഷയത്തെക്കാളും വ്യക്തികളെക്കാളും താഴ്ന്ന നിലവാരമാണ് ദൈവത്തിന് കൊടുക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പണ്ടൊക്കെ, ഇപ്പോഴങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നും കാണുന്നില്ല. ഇപ്പം പണ്ടൊക്കെ ഈ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ബ്ലെസ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വല്യമ്മച്ചിമാരോടൊക്കെ ചോദിക്കുകയും, വല്യമ്മച്ചി 2 ആഴ്ച പള്ളി കണ്ടില്ല എന്ന് പറയും. എൻ്റെ കഴുത്തലുണ്ടായിരുന്ന പടയം വെച്ചെന്ന് പറയും. അപ്പം അതാണ് വിഷയം. കഴുത്തലുണ്ടായിരുന്നത് ചിലപ്പോൾ 1/2 പവനോ 1 പവനോ ആയിരിക്കുവേ. അത് പണയം വെച്ചതിൻ്റെ പേരിൽ പരിശുദ്ധ കുർബാന മുടക്കിയെന്നാണ് ചെടുത്തി പറയണത്. അപ്പം നമ്മൾ ചെടുത്തിൻ്റെ കഴുത്തിൽ എല്ലാവരും കൂടി ഉരുട്ടിപ്പടച്ച് കയറേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഞായറാഴ്ച കുർബാന മുടക്കുന്ന അണ്ണന്മാരെല്ലാവരും ഈ ചേടത്തേക്കുള്ള ഗതികെട്ട അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ മനസ്സമ്മതം, കൂട്ടുകാരുടെ മനസ്സമ്മതം, കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി വലിയ സ്യൂട്ടും കൂട്ടുവിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പോകത്തില്ലേ? അതെല്ലാം കുർബാനയും മുടക്കിയിട്ടല്ലേ പോണ ചില ആൾക്കാർ. അപ്പോൾ അത് ഒരു ദൈവമായിട്ട് മാറുകയാണ്. അപ്പം ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? അത് ഒക്കുമ്പോൾ കൂടും. അപ്പോൾ ഒക്കുമ്പോൾ ഉള്ള ബന്ധമേ ഉള്ളു. കൂട്ടുകാരുടെ കല്യാണമൊന്നും ഇല്ല, നാട്ടുകാരിൽ വരെ ഫങ്ഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി സിനിമയും കണ്ടിരുന്ന ശേഷം വൈകുന്നേരത്തെ കുർബാനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ? രാവിലെ കിടന്നുറങ്ങി. ഇപ്പം ചിലരാണെങ്കിൽ പണ്ട് ഭാര്യമാരൊക്കെ ഉടുപ്പൊക്കെ തേച്ച് ശനിയാഴ്ച തേച്ച് അലക്കി ഇട്ട് ഭർത്താവ് വീട്ടിൽ കയറി ഒരു വെറുതെ പോയി നാളെ ഞായറാഴ്ചയാണേ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങരുതെന്ന, രാവിലെ പള്ളിയിൽ പോകാനാണ് ഞാൻ നിങ്ങളുടെ ഉടുപ്പ് തേക്കണമെന്ന് പറയണത്. ഇന്ന് അങ്ങനെ പറയാൻ ആരുമില്ല. എൻ്റെ അടുത്ത് ഇവർ വന്ന് നിൽക്കണമെല്ലാം വളരെ വിനയത്തോടും എളിമയോടും ആ കുഞ്ഞുങ്ങളെ കാണിക്കാനും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റിയെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഇവർ ദൈവത്തിന് വലിയ പ്രാധാന്യമില്ലാതെ ജീവിച്ച ആൾക്കാരാണ്. ആ മധുപിതുവിൻ്റെ കാലത്തും അല്ലാത്ത കാലത്തും പ്രഗ്നൻ്റ് ആയിരുന്ന കാലത്തും ഒന്നും കർത്താവിൻ്റെ കുറിച്ച് ചിന്തിച്ചിട്ടൊരു കൊന്ത പോലും ചെല്ലാത്ത പാർട്ടിയാണ്. പ്രസവിച്ച് കഴിയുമ്പോഴാണ് പല കുഞ്ഞുങ്ങൾക്കും കണ്ണും കാര്യം ഇല്ലെന്ന് പറയണം. അപ്പം കിടന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഒന്നാമത്തെ പണികളെല്ലാം ഇരന്ന് വാങ്ങിക്കണമാണ് കേട്ടോ. ഇരന്ന് വാങ്ങിക്കാനുള്ള കാര്യം പറയാം. പക്ഷേ നമ്മൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയണത് വിശ്വാസരാഹിത്യം. അതായത് വിശ്വാസം ഉണ്ടായിരുന്നൊരു കുടുംബത്തിൽ നിന്ന് വിശ്വാസം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഏറ്റവും ശപിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പ് വേശ്യകളൊക്കെ വരുമെന്ന് പറഞ്ഞത്. വേശ്യകൾ തന്നെ അല്ലല്ലേ ഇപ്പോൾ വരാണത്, നിങ്ങൾക്ക് മുമ്പ് അവിശ്വാസികൾ വരുന്നുണ്ടല്ല. ഇപ്പം നിങ്ങൾ അവിശ്വാസികളുടെയൊക്കെ സാക്ഷ്യം കേട്ടില്ലേ? പണ്ട് അവിശ്വാസികളായിരുന്ന ആൾക്കാർ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ 40 കൊല്ലം ദൈവതിരുസന്നിധിയിൽ കൊയ്തു കൂട്ടിയ അനുഗ്രഹത്തിൻ്റെ 40 ഇരട്ടിയാണ് ഇന്നലെ വരെ അവിശ്വാസിയായിരുന്ന ആൾ ഇന്ന് വിശ്വാസിയാകുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധി നേടണത്. അത്രയും നേട്ടത്തിനുള്ള സമയം നിനക്കുണ്ടായിരുന്നു. എന്നിട്ട് നീ അത് നാട്ടുകാരെ നേടാനും സ്വർണം നേടാനും പറമ്പ് നേടാനും പാർട്ടിക്കാരെ നേടാനും ഉള്ള കുടുംബ യൂണിറ്റും പാർട്ടി യോഗങ്ങളും സ്ത്രീകളുടെ എന്തോ സംഘടന ഉണ്ടല്ലോ, കുടുംബശ്രീ, അങ്ങനെയുള്ള പരിപാടികളെല്ലാം വെച്ചിരിക്കണത് എവിടെയാണ്? രാവിലെ കുർബാന സമയത്താണ്.
അവിടെ ക്രിസ്ത്യാനികളെ ഹാജർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ ചിലർ നിരീശ്വരവാദമുള്ളവരും അല്ലാത്തവരും നമ്മളെ അതിൽ നിന്നും മാറ്റണമുണ്ട്. ബോധപൂർവ്വം മാറ്റുന്നവരുണ്ട്. ഇതേ സാക്ഷി നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. തന്ത്രപൂർവ്വം കുടുംബശ്രീ എന്ന് മാറ്റണതിൻ്റെ വേണ്ടി എടുത്തിരിക്കുന്ന നിലപാടുകൾ, പാർട്ടി യോഗത്തിൽ നിന്ന് എടുത്ത നിലപാടുകൾ, അങ്ങനെ കാലാന്തരത്തിൽ ദൈവത്തെയും പള്ളിയെയും ഉപേക്ഷിച്ചവർ മാത്രം പാർട്ടി പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുർബാന സമയത്ത് ട്യൂഷൻ, നമ്മുടെ കുർബാന സമയത്ത് പാർട്ടി സമ്മേളനം, പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അതുപോലെ തന്നെയുള്ള യോഗങ്ങളൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്നെങ്കിൽ അത് നിന്നെ ആശ്രയിച്ചിരിക്കും. ഒന്നെങ്കിൽ നിന്നെ പാർട്ടിയിൽ നിന്ന് അവർ മാറ്റും, അല്ലെങ്കിൽ അവിടുത്തെ ആനുകൂല്യം നിനക്ക് തരത്തില്ല, അല്ലെങ്കിൽ നിനക്ക് നീ അവരിൽ നിന്ന് നീ ദൈവത്തിൽ നിന്ന് മാറും. ഇതെന്താണ് സംഭവിച്ചതെന്ന് നീ ചിന്തിച്ചാൽ മതി. ഏതായാലും കർത്താവ് പറഞ്ഞു പോയി, എന്താണ്? ഞെരുക്കമാണ് മകനെ, സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക ഞെരുക്കം, ബലം പ്രയോഗിക്കുന്നവൻ മാത്രം അതിൽ പ്രവേശിക്കുന്നവൻ. ഇപ്പം എല്ലാം മനസ്സിലായില്ലേ? അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.